ഇപ്പോൾ ഒരു വ്യക്തി ഒരു പ്രശ്നക്കാരനാണെന്ന് വിനായകൻ ആദ്യം തോന്നും, രാത്രി തോന്നും, രാവിലെ ആകുമ്പോഴത്തേക്ക് അയാളൊരു പ്രശ്നക്കാരനല്ലല്ലോ, ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ ഒരു ചിന്ത വരാം, നോട്ടിഫിക്കേഷൻ വന്ന് കയറുമല്ലോ ഇഷ്ടം പോലെ. അപ്പം വിനായകനെ പോലെ ഒരാൾ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ റീച്ച് ഇപ്പോൾ നമ്മളൊന്നും ഇടുന്ന പോലെ അല്ലല്ലോ, വിനായകനെ പോലെ ഒരാൾ ഇടുമ്പോൾ അതിൻ്റെ റീച്ച് ഭയങ്കരമായിരിക്കും. അതിൻ്റെ റീച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല. വിനായകൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കും. ഇന്നലെ വിനായകൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ 3 പേരായിരുന്നു. ഒന്ന് ഏഷ്യാനെറ്റ്, 2 24, 3 മീഡിയ 1. 3 ചാനലുകളായിരുന്നു മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു, ഒരു യുദ്ധ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ നടത്തിയത്. അതിൽ ഏഷ്യാനെറ്റ് ആദ്യം ഡിലീറ്റായി, രണ്ടാമത് 24 ഡിലീറ്റായി, മീഡിയ 1 ഇപ്പോഴും കിടപ്പുണ്ട്. അതിപ്പോൾ 22 മണിക്കൂറായിട്ട് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഉച്ച സമയം, ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടതാണ്. അപ്പോൾ ഏകദേശം ആ ഒരു 24 മണിക്കൂർ തികയാൻ വേണ്ടി ഇട്ടിരിക്കുകയാണോ എന്നറിയില്ല. അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്ന ഭാഷ പുരോഗമനം 3 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കത് വായിക്കാൻ പറ്റില്ല, നമ്മുടെ പ്രേക്ഷകർ സഭ്യമായ രീതിയല്ല. സഭ്യമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ അത് വായിച്ച് കേൾപ്പിച്ചാൽ അവർ നമ്മളെ ചുരുളിയാണ്.